ഹായ് ഫ്രണ്ട്സ്, വളരെ പ്രധാനപ്പെട്ട മൂന്നാല് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആകുന്ന ടിപ്സാണ്. ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഫോണിൽ ഒരുപാട് പേർക്ക് വരുന്ന പ്രശ്നമാണ് ഈ ഫോണിൻ്റെ സ്പീക്കറിൻ്റെ അകത്ത് കച്ചറകളെല്ലാം കയറി പൊടികളും നമ്മൾ പോക്കറ്റിൽ വെക്കുന്ന സമയത്തൊക്കെ പൊടികളെല്ലാം കയറി ഫോണിൻ്റെ സ്പീക്കറെല്ലാം അടഞ്ഞിരിക്കുന്ന രീതി. ഇതുമൂലം നമ്മൾക്ക് വിളിക്കുന്ന ആൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സൗണ്ട് വ്യക്തമായിട്ട് കേൾക്കുകയില്ല. അപ്പം ഈ പ്രശ്നം പരിഹരിക്കാൻ ചെറിയൊരു ട്രിക്ക് ഉണ്ട്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൽ ഫിക്സ് മൈ സ്പീക്കർ എന്ന് സെർച്ച് ചെയ്യുക. ഇതുപോലെ ഫിക്സ് മൈ സ്പീക്കർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സ് മൈ സ്പീക്കർ എന്നുള്ള ഒരു വെബ്സൈറ്റ് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്പീക്കറിൻ്റെ അകത്ത് കൂടി വൈബ്രേറ്റ് വഴി കാറ്റ് വരികയും അതുവഴി എല്ലാ കച്ചറകളും പുറന്തള്ളുകയും ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്താൽ മതി. ഇത് പ്രകാരം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സ്പീക്കറിനകത്തുനിന്നുള്ള കച്ചറകളും പൊടികളും വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പുറന്തള്ളുകയും ചെയ്യും. അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ട്രിക്കാണ്, ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് അതിൽ പ്രധാനമായിട്ടും വേണ്ടത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരു വെബ്സൈറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കുവാനും അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചില വ്യക്തികളെ നമുക്ക് ആ ഫോട്ടോയിൽ നിന്ന് ഒഴിവാക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വേണ്ടാത്ത പല സംഭവങ്ങളും ഉണ്ടായിരിക്കാം. ഇവയെല്ലാം ഒറ്റയടിക്ക് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ വെബ്സൈറ്റ് ആണ് ഇത്. ഇതിനായി ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൽ മാജിക് എറേസർ എന്ന് ഇതുപോലെ സെർച്ച് ചെയ്യുക. മാജിക് എറേസർ എന്ന് സെർച്ച് ചെയ്താൽ മതിയാവും. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും മാജിക് എറേസർ റിമൂവ് അൺവാണ്ടഡ് തിങ്സ് ഇൻ സെക്കൻഡ് എന്നുള്ള ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് എടുക്കുന്ന ഫോട്ടോയോ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യുക. ശേഷം ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോയാണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് ഈ ഫോട്ടോയിൽ നിന്ന് ഈ ലൈറ്റർ ഒഴിവാക്കണം. അതിനായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഷെയ്ഡ് ഭാഗങ്ങൾ വരെ നിങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റായി ഇതുപോലെ മാർക്ക് ചെയ്താൽ എറേഴ്സ് എന്നുള്ള ഭാഗം കൊടുക്കുക. നമുക്കറിയാം അവിടെ ആ ഒരു ലൈറ്റർ ഉണ്ടായതായിട്ടുള്ള ഒരു അടയാളം പോലും ബാക്കിയില്ല, കറക്റ്റായിട്ട് തന്നെ ഒഴിവാവും. ഈ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. നമുക്കിത് ഫ്രീ ആയിട്ടാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് താഴെ ഡൗൺലോഡ് ലോ റെസൊല്യൂഷൻ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡൗൺലോഡ് ഇമേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡൗൺലോഡ് ആവുന്നത്. ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കാൻ അതിനായി ഡോട്ടുകളുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഈ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായും മാറിയിട്ടുണ്ട്. ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡ് എന്നിവിടെ ഇടതുവശത്തുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. കണ്ടില്ലേ, ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഡൗൺലോഡ് ആവും. അതെ, ഇതിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. മറ്റുള്ള ഓപ്ഷനുകളൊക്കെ നമുക്ക് ഫോട്ടോയെ വിവിധ രൂപത്തിൽ ആക്കാനൊക്കെ സാധിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പേ ഇല്ലാതെ ഈ രണ്ട് ഓപ്ഷനാണ് ഈ ഒരു വെബ്സൈറ്റിലൂടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. മൂന്നാമത്തെ ടിപ്സ് പാട്ടുകാർക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ്. ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് അതിൻ്റെ കരോക്ക് വേർതിരിച്ചെടുക്കാനും വോക്കൽ വേർതിരിച്ചെടുക്കാനും സാധിക്കുന്ന ഒരു കിടിലൻ വെബ്സൈറ്റുകളാണ്. ഈ വെബ്സൈറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്കൊരു പാട്ടിനെ പല രൂപത്തിൽ മാറ്റിമറിക്കുവാനും ആ പാട്ടിന്റെ മ്യൂസിക് പൂർണ്ണമായും ഒഴിവാക്കാനും എല്ലാം സാധിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റുകളെല്ലാം തന്നെ ഐഫോണിലും ആൻഡ്രോയിഡിലും കമ്പ്യൂട്ടറിലൊക്കെ വർക്കാവും. അതെന്താണെന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ ഗൂഗിളിൽ വോക്കൽ റിമൂവർ എന്ന് സെർച്ച് ചെയ്യുക. വോക്കൽ റിമൂവർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കാണാം വെബ്സൈറ്റ്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസ് മൈ ഫയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫയൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓഡിയോ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ പാലാപ്പള്ളി തിരുപ്പള്ളി ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതിലേക്ക് അപ്ലോഡ് ആവുന്നുണ്ട്. ഓഡിയോ പ്രോസസ്സിംഗ് നടക്കുകയാണ്. ഇപ്പോൾ ഇതേ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതേ ആ പാട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ ആവാൻ സാധിക്കും. ഞാൻ കൂടുതൽ പ്ലേ ചെയ്യുന്നില്ല, കാരണം കോപ്പിറൈറ്റ് വിഷയം വരും. കണ്ടില്ല, ഇതിപ്പം മ്യൂസിക് മാത്രമേ ഉള്ളൂ. ഇനി വോയിസ് വേണമെങ്കിൽ ഇതിൽ നീട്ട്.
കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ശേഷം നമുക്കിവിടെ സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു പാട്ടിൽ നിന്ന് അതിൻ്റെ കരോക്കയും അതിൻ്റെ പാട്ടും വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. ഈ 3 ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി ടിപ്സുകൾക്ക് ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക.